ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അവർക്ക് ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുന്ന ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. സത്യം പറഞ്ഞാൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ വാറ്റ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മുടെ കേരളക്കാരുടെ വാറ്റല്ല, മെക്സിക്കൻ വാറ്റ എന്ന് വേണമെങ്കിൽ പറയാം. പലർക്കും ഇത് അറിയാവുന്ന സാധനമാണ് ടക്കീല. ഈ ടക്കീലയുടെ ഒറിജിനൽ കൺട്രി എന്ന് വെച്ചാൽ മെക്സിക്കാണ്. അതായത് മെക്സിക്കൻ പക്ക വാറ്റ എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ ഇതിൽ ഈ ടക്കീല കുടിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ബേസിക്കലി ജസ്റ്റ് ഒരു ഷോട്ട് എടുത്ത്, അതായത് ഒരു 90-95 ഒക്കെ എടുത്ത് ഒറ്റയടിക്ക് കുടിക്കുക. അതോടൊപ്പം തന്നെ ഒരല്പം ഉപ്പെടുത്ത് നാക്കിലിങ്ങനെ വെക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ നാരങ്ങയുടെ ചെറിയ പീസ് എടുത്തിട്ട് അല്ലി എടുത്തിട്ട് ഇങ്ങനെ ഒന്നും ജസ്റ്റ് ഒന്ന് ഉണയുക. അങ്ങനെയൊക്കെയാണ് സാധാരണ രീതിയിൽ ഇത് കുടിക്കുന്നത്. അപ്പം പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ആ രീതിയിലല്ലാതെ നമുക്ക് നമ്മുടെ സാധാരണ സ്പ്രൈറ്റ് ഉപയോഗിച്ച് നമുക്കൊരു കോക്ടെയിൽ പരുവത്തിൽ നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ബേസിക്കലി ടക്കീല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ പറയാം. പലർക്കും ഇത് അറിയാവുന്നതാണ്, എങ്കിലും പറയാം. ഈ ടക്കീല എന്നതിൻ്റെ മെയിൻ സാധനം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കശുവണ്ടി നമുക്കറിയാലോ. കശുവണ്ടി പഴവിട്ട് വാറ്റുന്ന നമുക്കറിയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ അവക്കാവോ എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. അതായത് ലുക്ക് ലൈക്ക് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൈനാപ്പിൾ ഉണ്ടല്ലോ, പച്ച പൈനാപ്പിൾ എങ്ങനെ ഇരിക്കും ആ ലെവലിലാണ് സത്യം പറഞ്ഞാൽ അഗാവോ എന്ന് പറഞ്ഞ ഒരു സാധനം ഉള്ളത്. അപ്പോൾ അത് ഇങ്ങനെ ചെത്തി മിനുക്കി അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് കറക്റ്റായിട്ട് നമ്മൾ അത് പ്രോസസ്സിലൂടെ എടുത്ത് അത് അവർ പിഴിഞ്ഞെടുക്കുകയും അതിൻ്റെതായ രീതിയിൽ അതിൻ്റെതായ നമുക്കറിയാലോ, വാറ്റ് ഉണ്ടാക്കുമ്പോഴുള്ള പ്രോസസ്സിങ് അറിയാലോ. ആ പ്രോസസ്സിങ്ങിലൂടെ പോയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ വാറ്റ് അവരുണ്ടാക്കുന്നത്. ഇത് ഇന്റർനാഷണൽ ബ്രാൻഡായി മാറിയിട്ടുണ്ട് ഇപ്പോൾ, അതാണ് ഏറ്റവും സത്യം. അപ്പോൾ ഈ ടക്കീലയാണ് നമ്മൾ ഇന്ന് കുടിക്കാൻ പോകുന്നത്. പക്ഷെ നമ്മൾ കുടിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഒരു വെറൈറ്റി രീതിയിലാണ് നമ്മളിന്ന് കുടിക്കാൻ പോകുന്നത്. സോ ഒട്ടും താമസിക്കേണ്ട, നമുക്ക് അതിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞ നമ്മുടെ സാധനം ടക്കീല എന്ന് പറയുന്നത്. ഇതിന് സാധാരണ രീതിയിൽ ഇതിന് ബേസിക് വോളിയം എന്ന് വെച്ചാൽ ആൽക്കഹോളിൻ്റെ വോളിയം എന്ന് വെച്ചാൽ ഇവിടെ പ്രത്യേകം എഴുതുന്നത് 38 ആണ് ഇതിന് വോളിയം. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് സാധനമാണ്. അതായത് ഒറിജിനൽ ആദ്യമായിട്ട് ഇറക്കിയ അവരുടെ ടക്കീലയാണിത്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് ടക്കീല സിൽവർ എന്ന് അവർ പേരിട്ടിരിക്കുന്നത്. പിന്നെ ഇതിന് പല തരത്തിലുള്ള സാധനമുണ്ട്. ഗോൾഡൻ ഉണ്ട്, അതുപോലെ പല ഫ്ലേവറുകളുണ്ട്. അതൊക്കെ ഇതിന് ശേഷം ഫ്ലേവറുകൾ പലതാക്കിയെടുത്ത ശേഷം അവർ ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ്. അത് 35% ഒക്കെയാണുള്ളൂ. ഒരു കാരണവശാലും ടക്കീല ഒരു 38ലേക്ക് മുകളിലേക്ക് കയറി പോകുന്നില്ല എന്നുള്ളതാണ് അവർ. കാരണം അത് ഒറിജിനൽ അവരുടെ സ്റ്റാൻഡേർഡ് സാധനം ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ. അപ്പോൾ നമ്മൾ ബേസിക്കലി ഇതാണ് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടക്കീല ആദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അത് കുടിക്കുന്നത് വേറൊരു റേഞ്ച് രീതിയിലാണ്. സാധാരണ നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മളിന്ന് കുടിക്കുന്ന പോലെ അല്ല. കാരണം ജസ്റ്റ് എടുത്ത് ഡ്രൈ ആയിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ, അതിൻ്റെ ഒരു ടേസ്റ്റ് അതെല്ലാം വേറെ തന്നെയാണ്. അതുകൊണ്ടാണ്. പക്ഷേ ഇന്ന് നമുക്കതിൽ വ്യത്യസ്തമായിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് ഗ്ലാസ്സിൽ ചെറിയൊരു കോക്ടെയിൽ പരുവത്തിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്നാലും അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ അളവ് ഗ്ലാസ്